നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമായി ആണവ കരാറിന് സന്നദ്ധ അറിയിച്ച US പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചു. ഫോക്സ് ബിസിനസ്സോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇറാൻ നേതൃത്വവുമായി ചർച്ച തുടങ്ങാമെന്നാണ് പ്രതീക്ഷയെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഇറാന്റെ ഏറെ ഗുണം ചെയ്യും. അവർക്ക് ആ കത്ത് ആവശ്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു ആണവായുധം നമുക്ക് അനുവദിക്കാനാവില്ല എന്നും ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. നിർദ്ദേശത്തോട് അയത്തുള്ള അലി ഖമേനി പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് സൈനികമായും മറ്റൊന്ന് കരാർ ഉണ്ടാക്കുക. ഞാൻ കരാർ ഉണ്ടാക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ഇറാനെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അവർ മഹത്തായ മനുഷ്യരാണെന്നും ട്രംപ് വ്യക്തമാക്കി. 2018 തന്റെ ആദ്യകാലയളവിലാണ് ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയത്. US-മായി ആണവ ചർച്ച പുനരാരംഭിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്ന് കഴിഞ്ഞ മാസം ഖമേനി പറയുകയുമുണ്ടായി. ഒരു വശത്ത് ഇറാനെ തുളച്ചു നീക്കുമെന്നും മറുവശത്ത് കരാർ ഉണ്ടാക്കുമെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ മുഖം തിരിച്ചത്. ബരാക് ഒബാമ പ്രസിഡന്റായിരുന്നപ്പോൾ ഒപ്പിട്ട കരാറിൽ നിന്നാണ് ട്രംപ് പ്രസിഡന്റായപ്പോൾ ഏകപക്ഷീയമായി പിന്മാറിയത്. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം കൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ചൊവ്വാഴ്ച ഒപ്പിട്ടിരുന്നു. തന്നെ ഇറാൻ വധിക്കുകയാണെങ്കിൽ അവരെ തുടച്ചു നീക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. US-യുമായുള്ള ആണവ കരാറ് ഇല്ലാതിരിക്കാൻ കാരണം ട്രംപാണ് എന്നും ഖമേനി പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് അമേരിക്കയുമായി ഇനി ചർച്ച വേണ്ടെന്നാണ് ഖമേനിയുടെ മുൻ നിലപാട്. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെയും ഖമേനി തള്ളിയിരുന്നു. രേഖകളിൽ അമേരിക്കക്കാർ ലോക ഭൂപടം മാറ്റിമറിക്കുകയാണ്. എന്നാൽ അത് പേപ്പറിൽ മാത്രമാണ്, യാഥാർത്ഥ്യത്തിന്റെ കണിക പോലും ഇല്ല എന്നും ഖമേനി പറയുന്നു. ഖുദ്സ് സേനാ നേതാവ് ഖാസിം സലൈമാനിയെ വകവരുത്തിയതിന് ട്രംപിനോട് പകരം ചോദിക്കണമെന്നാണ് ഖമേനിയുടെ നിലപാട്.